നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അപർണ വിനോദ്. ഭർത്താവിന്റെ അവിഹിത ബന്ധം കാരണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർത്തു. അഡൾട്ടറി ഒരു ക്രിമിനൽ കുറ്റമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണോ? പക്ഷെ അങ്ങനെയല്ല. 2025 സുപ്രീം കോടതി നിരീക്ഷണ പ്രകാരം ഒരു വിവാഹബന്ധം തകരാനിടയാക്കിയ മൂന്നാമതൊരാൾക്കെതിരെ നിങ്ങൾക്ക് സിവിൽ കോടതിയിൽ നഷ്ടപരിഹാരം അഥവാ ഡാമേജസ് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യാം. ഒരു വിവാഹബന്ധം നശിപ്പിക്കാൻ ബോധപൂർവം ശ്രമിച്ചു എന്നത് ഇവിടെ പ്രധാനമാണ്. അഡൾട്ടറി ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ വൈകാരികവും സാമൂഹികപരവുമായിട്ടുള്ള തകർച്ചയ്ക്ക് കാരണമായ ആളെ നിയമത്തിന് മുന്നിൽ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ് ഇവിടെ കോടതിയുടെ ലക്ഷ്യം. ഇതൊരു ക്രിമിനൽ കേസല്ല, സിവിൽ സ്യൂട്ടാണ്. നിങ്ങളുടെ സമാധാനവും ജീവിതവും തകർത്തതിന് നിങ്ങൾക്ക് നഷ്ടപരിഹാരം ചോദിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അപർണ വിനോദ്. ഭർത്താവിന്റെ അവിഹിത ബന്ധം കാരണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർത്തു. അഡൾട്ടറി ഒരു ക്രിമിനൽ കുറ്റമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണോ? പക്ഷെ അങ്ങനെയല്ല. 2025 സുപ്രീം കോടതി നിരീക്ഷണ പ്രകാരം ഒരു വിവാഹബന്ധം തകരാനിടയാക്കിയ മൂന്നാമതൊരാൾക്കെതിരെ നിങ്ങൾക്ക് സിവിൽ കോടതിയിൽ നഷ്ടപരിഹാരം അഥവാ ഡാമേജസ് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യാം. ഒരു വിവാഹബന്ധം നശിപ്പിക്കാൻ ബോധപൂർവം ശ്രമിച്ചു എന്നത് ഇവിടെ പ്രധാനമാണ്. അഡൾട്ടറി ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ വൈകാരികവും സാമൂഹികപരവുമായിട്ടുള്ള തകർച്ചയ്ക്ക് കാരണമായ ആളെ നിയമത്തിന് മുന്നിൽ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ് ഇവിടെ കോടതിയുടെ ലക്ഷ്യം. ഇതൊരു ക്രിമിനൽ കേസല്ല, സിവിൽ സ്യൂട്ടാണ്. നിങ്ങളുടെ സമാധാനവും ജീവിതവും തകർത്തതിന് നിങ്ങൾക്ക് നഷ്ടപരിഹാരം ചോദിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്.